വളരെ ഉഷാറാണ്. നമ്മളെ വ്യായാമത്തിനെക്കാട്ട് ഉപരി നമ്മള് സൗഹൃദമാണിത്. നമുക്ക് നല്ലൊരു മുതൽക്കൂട്ടാണിത്. നമ്മൾ പുറത്തൊക്കെ നമ്മള് എക്സാമില് പല ഗ്രൂപ്പിലുള്ള ആളുകളും നമ്മൾ പരിചയപ്പെടുത്തി സൗഹൃദം പങ്കിടാൻ കഴിയുന്നുണ്ട്. നല്ലൊരു ഇതന്നെയാണ്. എല്ലാവരും ഒത്തുവരുമ്പോഴൂടെ വരുമ്പോൾ അത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. ആദ്യം തന്നെ എല്ലാവരും കൂട്ടായ്മയായിട്ട് ഇനി എല്ലാവരും വരാത്തവരും കൂടി വരണം എന്നുള്ള എന്റെ അഭിപ്രായം. ഈ എനർജി വീട്ടിലേക്ക് കിടന്നു തുടങ്ങി കിട്ടും. നിങ്ങളത് ആലോചിച്ച് നോക്കി, ഇത്രയും ആൾക്കാര് നല്ല അടിപൊളി ആൾക്കാരെ കൂടെ രണ്ട് വർത്താനം പറയാനുള്ള ചാൻസ് വേണ്ടേ? ഒരഭിപ്രായമൊന്നും ഇല്ല. വളരെ ബുദ്ധിമുട്ടുണ്ടാവും, ചെയ്യുന്നുണ്ടാവും. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. രാവിലെ നിങ്ങൾ ആ സുബൈസ്കരിച്ച് കൊടുക്കുന്ന ഉറങ്ങുന്ന സമയം കൊണ്ട് ഇവിടെ വന്ന് 4 എക്സസൈസ് ചെയ്യുമ്പോൾ ആരോഗ്യത്തിന് ഉണർവും ഉന്മേഷവും കിട്ടും. അപ്പൊ പ്രത്യേകം ഈ വരാത്ത ആൾക്കാർ പ്രത്യേകം പങ്കെടുക്കുക. നോമ്പ് വീണാവില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാവരും എത്രയും പെട്ടെന്ന് ഇത് നമ്മളെ ഈ ടീമിൽ പങ്കെടുക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള ഈ ടീമുണ്ടല്ലോ നന്നായിട്ടുള്ള കൂടുതലിന്റെ ഒരു പ്രത്യേകത വേറെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക. ഞാനിപ്പം ഇവിടെ വന്നവരൊക്കെ ശരിക്കും നോക്കുകയാണെങ്കിൽ 1-2 ആഴ്ച അതിന്റെ ഫുള്ളായിട്ടും പിന്നെ നോമ്പിനായിട്ട് എല്ലാവരും പറഞ്ഞു നോമ്പല്ലേ വീട്ടിൽ നിന്ന് പറയാനല്ലേ. പക്ഷേ ഇത് നോമ്പ് 2 ദിവസം ഒരു ബുദ്ധിമുട്ടുള്ളൂ. നോമ്പ് എടുത്തിട്ട് ഇവിടെ മറ്റേ ഇത് നമ്മളെ പരിപാടിക്ക് വന്ന ആളുകളൊക്കെ പറഞ്ഞു ഒരു പ്രശ്നം നമുക്ക്. അങ്ങനെ ഞാനിപ്പോൾ മുതൽ തുടക്കമായി. അതിനുപരി എനിക്ക് വീട്ടിലിങ്ങനെ ഇതേമാതിരി സുബൈസ്കരിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് യാതൊരു ഇത് കിട്ടുന്നില്ല. ഇന്നിപ്പോൾ ഒരു വന്ന സമയത്ത് എനർജി അതിനുപരി നമ്മൾ എക്സസൈസിനുപരി ആയിട്ടില്ല നമ്മളെ ഈ കൂട്ടുകെട്ട് കുറച്ച് താമസം ആ ഒരു എൻജോയ് വേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ഇനി വരാതിരിക്കുന്ന ആളുകളൊക്കെ കഴിയുന്നതും നമ്മളോട് കഴിയും. നമുക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. മാനസികമായിട്ടുള്ള ധൈര്യമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഒരു കുറച്ച് നേരം രാവിലെ കുറച്ച് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് എല്ലാവരോടും